ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്നലെ രാത്രിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ബോംബ് പൊട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് പൊട്ടിച്ചേക്കുന്ന മറ്റാരുമല്ല MRZ തുപ്പി തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷമീർ, മമ്മു, ജാസി ഇവരെല്ലാവരും കൂടെ വന്ന് തുപ്പിക്കെതിരെ പറഞ്ഞേക്കുന്ന ആരോപണങ്ങൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതിന്റെ തൊട്ട് പുറകെ തന്നെ ഇന്നലെ രാത്രിയിൽ തൊപ്പി വന്നൊരു 2.5 മണിക്കൂറോളം ഉള്ള ഒരു ലൈവ് കാര്യങ്ങളൊക്കെ ഇട്ടിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഇടയ്ക്ക് ആരും ശ്രദ്ധിക്കാതെ പോയേക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ലൈറ്റ്സ് ഗെയിമിങ്. ഇന്നലെ പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നൈസായിട്ട് കള്ളി വീഡിയോ ബുക്കിട്ടൊക്കെ പോയില്ലയോ. എന്താണെങ്കിലും ഇതിന്റെ തൊട്ട് പുറകെ തന്നെ ഷാജഹാൻ ഷാ വന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ നെകളിപ്പ് തൊട്ടപ്പുറത്ത് കടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലത്തെ ഈ ഒരു തൊപ്പിയുടെ ലൈവും കൂടെ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറയാം. തൊപ്പി അവസാനമായിട്ടൊരു ലൈവ് ഇടുന്നത് ഒരു 3 മാസങ്ങൾക്ക് മുന്നെയാണ്. ഈ 3 മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ഇടുന്നത്. അപ്പം ഇത്രയും നാളുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നതിന് ശേഷം വലിയൊരു സെൻസേഷൻ ഉണ്ടാക്കിയേക്കുന്ന ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം പൊട്ടിയേക്കുന്ന ഈ ഒരു ബോംബ് കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം. അപ്പം എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഈ ഷമീർ ആണെങ്കിലും മമ്മു ആണെങ്കിലും ഇവന്മാരൊക്കെ ഈ തുപ്പയുടെ ലൈവിനകത്ത് വന്നിട്ട് എന്ത് അപരാധം കാണിക്കാനും ഒരു മടിയില്ലാത്ത, ഒരു ഉളുപ്പും ഇല്ലാത്ത കുറച്ച് ടീംസാണ്. തൊലിക്കെട്ടി എന്ന് പറയുന്നത് കാണ്ടാമൃഗം പോലും തോറ്റു പോകുന്ന തൊലിക്കെട്ടിയാണ്. പിന്നെ തൊപ്പിയുടെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞില്ല. തൊപ്പി ആദ്യകാലങ്ങളിലൊക്കെ എങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടാണ് വന്നതെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ ഷമീറിന്റെ ഈ ഒരു വീഡിയോ മറ്റേ ഇത് അബ്ദുള്ള, ഇത് ഷേഖ് അബ്ദുള്ള എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ഷമീർ ഷേക്ക് അടിക്കുന്ന ഒരു വീഡിയോ തൊപ്പി വീഡിയോക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ വെക്കുമ്പോഴത്തേക്കിന് ഇവന്മാര് തൊപ്പിനെ ഡയറക്റ്റ് വീഡിയോക്കകത്ത് പറയാണ് ഇവന്മാര് ഇത് കണ്ടു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് തൊപ്പിക്ക് ഇത് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു സാധനം വന്ന് പറയുമ്പോഴത്തേക്കിനും ഒരാൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലീഗൽ സൈഡും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവന്മാർ അങ്ങനെ ഒരു സംഭവങ്ങൾ ചെയ്യില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തു. കാര്യം ലൈവിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ പറയുന്നുണ്ട്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യും, അത് അങ്ങനെ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ് അത് കണ്ടിരിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ഇവൻ പറയാൻ പോകുന്നത്, കുറെ കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ആൻഡ് തൊപ്പി ഒരു കാര്യമുണ്ട്, തുടക്കത്തിൽ ഈ പറഞ്ഞേക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ലൈവ് ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങളിപ്പോൾ എല്ലാവരും എല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുന്നത് മാറിയിട്ട് എല്ലാവരും W ഇടും എന്നുള്ളതൊക്കെ പറഞ്ഞു, അത് അതുപോലെ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് തൊപ്പി അവന്മാര് പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളിൽ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ചെയ്തിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ വലിയൊരു ബോംബ് എന്താണെങ്കിലും കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവന്മാരിട്ടതിനെക്കാട്ടിൽ വലിയൊരു ബോംബ് തൊപ്പി അവിടെ കൊണ്ടിട്ടതിന് ശേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ബാക്കിയുള്ള പല സാധനങ്ങളും അതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോകുന്ന പോലത്തെ ഒരു പരിപാടി എനിക്ക് പേഴ്സണലി കഴിഞ്ഞ ദിവസത്തെ ഇത് കണ്ടപ്പോഴത്തേക്കും ഫീൽ. അതൊക്കെ നമുക്കിവിടെ സംസാരിക്കാം. ആൻഡ് തൊപ്പിയാണെങ്കിലും തൊപ്പിയുടെ അടുത്ത് ഇച്ചിരി ആ ഗാങ്ങിൽ തന്നെ ഒരിത്തിരി മുട്ടി നിൽക്കുന്ന ഒരു സ്ട്രീമിംഗ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഷമീറാണ്. അപ്പം ഷമീർ തൊട്ടപ്പുറത്ത് പോയിട്ട് തൊപ്പിക്കെതിരെ ഇത്രയും നാളുള്ള കൂട്ടുകാരാണ്. അപ്പം ഇങ്ങനൊരു കുറേ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമ്പോഴത്തേക്കിന് തൊപ്പി ആൾക്കാരുടെ കടയിലോട്ട് വലിയൊരു നെഗ് ഫേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്നു. അതിനുശേഷം പിന്നീട് തൊപ്പി വന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തെളിവ് സഹിതം പറയുമ്പോൾ, അല്ല ഞാൻ ആലോചിക്കുന്നു, ഈ ഷമീറിന്റെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഇവന്മാർക്ക് അറിയാമല്ലോ ഈ തൊപ്പിയുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്നും, അല്ലെങ്കിൽ തൊപ്പി ഈ സാധനം നാളെ എടുത്ത് പുറത്തോട്ട് ഇടുന്നൊക്കെ അറിയാത്ത പൊട്ടന്മാരായി അത്രയ്ക്ക് പൊട്ടന്മാരായിരുന്നു ഇവന്മാര് എന്നുള്ളതാണ് ഞാൻ അന്നേരം ആലോചിക്കുന്നത്. കാര്യം വെച്ചാൽ ഇത്രയും വലിയ സാധനങ്ങൾ, ഇത്രയും വലിയ ബോംബ് തൊപ്പിയുടെ കയ്യിൽ ഇരിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഒരു ഇത് കാണിക്കാനൊക്കെ ഇവന്മാർ തുനിയോ. അപ്പം ഇതിനകത്ത് ഇവന്മാർ രണ്ടും കൂടെ ചേർന്നിട്ട് എന്താണ് ഇതിനകത്ത് കാണിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ആദ്യം തൊപ്പിയുടെ ഇൻസ്റ്റ അക്കൗണ്ട് സസ്പെൻഷൻ ആയി പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനെപ്പറ്റി തൊപ്പി പറഞ്ഞേക്കാം. അറിയണം. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഇൻസ്റ്റ അടിച്ചു കളഞ്ഞു. ഓക്കെ, ഷമീറിൻ്റെ ഒരു ഇൻസ്റ്റ ബാൻ ആൻഡ് ബാൻ കമ്പനി ഉണ്ട്, അത് വെച്ചിട്ട് എൻ്റെ ഇൻസ്റ്റ അടിച്ചു കളഞ്ഞു. 3 മാസം മുന്നേ ഗ്യാങ് ഇവിടുന്ന് പിരിയുന്നതിൻ്റെ അതേ ദിവസം ഇതേപോലെ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 2 ദിവസം. അന്ന് യാസിർ എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ എല്ലാം പണിയെടുക്കുന്ന ഒരു ചെക്കനാണ് എനിക്ക് തിരിച്ചെടുത്തത്. പക്ഷെ ഇത്തവണ സസ്പെൻഡ് ആയിട്ട് തിരിച്ചെടുക്കാൻ ട്രൈ. ഇത് സസ്പെൻഡ് ആയി പോയതാണ്. ആൾക്കാരൊക്കെ വിചാരിച്ചത് ഇന്നലെ തൊപ്പിയുടെ ഈ ഒരു സംഭവം വന്നതിന് ശേഷം തൊപ്പി അക്കൗണ്ട് ഡിസേബിൾ ആക്കിയിട്ട് അങ്ങനെ പോയതാണെന്നൊക്കെ പലരും വിചാരിച്ച്. സംഭവം അതല്ല, സസ്പെൻഡ് ആയി പോയിട്ടുള്ളതായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് മമ്മൂന് പൈസ ഒന്നും ഇവർക്കാർക്കും പൈസ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളൊരു സീം പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ട് പറയുന്നേക്കാം. മമ്മൂന്റെ ഒന്ന് ഫോക്കസ് ചെയ്യണം. ശരത്തിനൊന്ന് വിളിച്ചേ. ഇതിൽ കുറേ ചെറിയ പേയ്മെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ചെറിയ പേയ്മെൻറ്റ്സ് നോക്കണ്ട. ഇത് നമ്പർ ലീക്കാലും നമുക്ക് ഒരു കുഴപ്പമില്ല. മോനിതാ മമ്മൂൻ്റെ അക്കൗണ്ട് ആയത്. മമ്മൂൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാലമായിട്ട് അയച്ചു കൊടുത്ത എല്ലാത്തിൻ്റെയും പൈസ ഇതിനകത്ത് മമ്മൂന് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 10,000, 25,000, 500, 30, 10 എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചിങ്ങനെ എമൗണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു 2 അക്കൗണ്ടിൽ നിന്നും. അല്ല, ആക്ച്വലി ഇവന്മാര് മമ്മു അവിടെ വന്നിട്ട് 2 വർഷത്തോളമായി. 2.5 വർഷം എന്ന് പറയുമ്പോൾ 24 മാസത്തെ എന്താണെങ്കിലും ഈ പറയുന്ന പേയ്മെന്റ് കാര്യങ്ങളൊക്കെ മന്ത്ലി ഉള്ള രീതിയിൽ ഉണ്ടാവണമല്ലോ.
പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല, അല്ലാതെ ഇടയ്ക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് കൂടുതലും 500, 1000 ഇങ്ങനെയുള്ള എമൗണ്ടിന്റെ കാര്യങ്ങളൊക്കെയാണ് പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, മമ്മുവിന് ആ സാലറി കൊടുത്തു തന്നെ വിചാരിക്കുക. പക്ഷെ മമ്മു കഴിഞ്ഞ ദിവസം അവരെ പറഞ്ഞ ഈ സ്ട്രീം ചെയ്തപ്പോഴത്തേക്കിനെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് അതുകൂടെ കേൾക്കാം. പൈസ അയക്കും, എന്റെ ഗൂഗിൾ പേയിലെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഇത് കാണിച്ചു. പക്ഷെ പൈസ അയക്കലുണ്ട് മക്കളെ, 10,000 രൂപ 5,000 രൂപ ലോൺ അയക്കും. എന്തിനു വേണ്ടിയിട്ട്? ഓൻ്റെ കാര്യങ്ങൾ, അതായത് ഇവിടെ ഇറക്കാൻ, എണ്ണ അടിക്കാൻ, ഓനക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ, ഓനക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് വാങ്ങാൻ, ഓനക്ക് വേണ്ട ഫുഡ് വാങ്ങാൻ. എനിക്ക് 10,000 രൂപ അയച്ചാൽ 3 ദിവസം കൊണ്ട് തരും ഓൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്. അതിൽ നിന്ന് ഒരു 10 രൂപ 20 രൂപ നമ്മളൊരു ചായയും ഇതും തിന്നോട്ടെ എന്ന് വയ്ക്കുമ്പോൾ 30 രൂപേനെ മേലെ പോകും. തൊപ്പി ചിലപ്പോൾ ഉമ്മിന് കൊടുത്തേക്കുന്ന പേയ്മെന്റ് ആണെന്നുള്ള രീതിയിൽ തന്നെ വിചാരിക്കും. അങ്ങനെ ആണെങ്കിൽ ഇവൻ മമ്മു ചിലപ്പോൾ ഇത് 1 മുഴം മുമ്പേ എറിഞ്ഞതും ആവാം. കാര്യം തൊപ്പി നാളെ ഈ ഒരു സാധനം ഇടും എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് വേണമെങ്കിൽ ഇവനും നേരെ 1 മുഴം മുമ്പേ എറിഞ്ഞു എന്നുള്ള രീതിയിൽ ഈ സ്കീമിനെ നമുക്ക് കാണാം. ഇന്നലെ ലൈവ് ചെയ്യുന്ന സമയത്ത് ചാറ്റിനകത്താണെങ്കിൽ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, തൊപ്പി ഇത് നിന്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മമ്മൂന് ഇട്ട് കൊടുത്തല്ലേ എന്നുള്ള രീതിയിൽ ചാറ്റിനകത്തും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് 1 മുഴം മുമ്പേ എറിഞ്ഞാണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയുടെ ഇങ്ങനെ ഒരു ബോംബുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി ആ സാധനം എടുത്തിട്ട് പുറത്തിട്ടാലോ എന്നുള്ളൊരു പേടി ഇമാർക്ക് വേണ്ടേ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇമാർക്ക് ആ ഒരു പേടിയില്ല. ദാറ്റ് മീൻസ് അങ്ങനെ ഒരു സാധനം പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇമാർക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഇതിനെക്കാട്ടി ഇതുപോലുള്ള എത്രയോ അപരാധങ്ങൾ ഇമാർ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് അല്ലേ. 3 മാസം മുന്നേ ഗ്യാങ് പിരിയാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല. ഇത് കുറച്ച് ഡാർക്ക് ആയിരിക്കും, ഒന്ന് പിടിച്ചിരുന്നോ, ഇത് കേൾക്കുമ്പോൾ ഡൈജസ്റ്റ് ആകാൻ പാടായിരിക്കും. ഓക്കെ, പക്ഷേ എല്ലാത്തിനും ക്ലിയർ കട്ട് പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഓക്കെ, 3 മാസം മുന്നേ ഈ ഗ്യാങ് പിരിയാൻ കാരണം ഷമീറാണ്. ഓക്കെ, അത്രയും കാലം ഇല്ലാത്ത ഒരു ഗ്രീഡും ഒരു അത്യാഗ്രഹവും ഷമീറിന് വന്നു. അന്ന് ഷമീറിനെ ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് അത്രയും സ്കൈ റോക്കറ്റ്, അതായത് ഓൻ എന്നെക്കാളും ബെറ്റർ ആണെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നുപോയി. മനസ്സിലാ, ഓൻ അത്രയും സ്കൈ റോക്കറ്റ് ചെയ്യണം, ഓൻ അത്രയും മുകളിൽ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നുപോയി. അതിൽ ഞാൻ ഒന്നും നോക്കാണ്ട് മൊത്തം എൻ്റെ വാച്ചിങ് മൊത്തം, എൻ്റെ സ്റ്റോറി, എൻ്റെ റീല് എല്ലാത്തിലും ഇവനെ കൊളാബ്, എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് ലൈവിൻ്റെ ഓഡിയൻസ് മൊത്തം അങ്ങോട്ടേക്ക് കൺവേർട്ട്. ഒരു ചില ലൈവുകൾ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ചെയ്യാണ്ട് ലൈവ് ഓണാക്കി വെച്ചിട്ട് നേരെ ഷമീറിൻ്റെ ലൈവിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് വരെ അങ്ങനെ ഇതാക്കിയിട്ട് പുഷ് ചെയ്തിട്ട് ഇവന് എക്സ്ട്രീം റീച്ച് വന്നു. അതിൽ ഏത് മനുഷ്യനും മാറും. ഓക്കെ, ഗ്രീഡിന് വേണ്ടിട്ട്, പൈസക്ക് വേണ്ടിട്ട്, ഓക്കെ പൈസക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ സഹിക്കോടാം, ഞാൻ സഹിക്കും. പക്ഷെ മോനെ ഇത്രയും ഓനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ എന്നെ കൊന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം എന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഷമീറിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചില്ല. ഷമീറിൻ്റെ കാര്യം അത് നിങ്ങൾ അറിയണം. മമ്മൂൻ്റെ എല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഷമീറിലേക്ക് കിടക്കാം. ഷമീറിൻ്റെ ആ മുഖം നിങ്ങൾ അറിയണം. ഓക്കെ, ആ ഒരു മുഖം നിങ്ങൾ അറിയണം. അതെ, ആ മുഖമാണ് സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഇനി കാണാൻ പോകുന്നത്. കുറച്ച് നാളുകളായിട്ട് ഇവർക്കിടയിലുള്ള MRC ഗ്യാങ്ങിൽ ഇഷ്യൂസ് എന്നുള്ള രീതിയിൽ കുറേ പുകയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകളായിട്ട് തന്നെ ഈ ഒരു സാധനം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇവരുടെ ആക്റ്റീവായിട്ട് തൊപ്പിയുടെ സ്ട്രീമിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അവസാനം വന്ന് വലിയൊരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇവന്മാരെല്ലാവരും കൂടി ഇനി ഒരുമിച്ച് ഒത്തുകളിച്ച് ചെയ്യുന്ന പരിപാടിയാണോ ഇത്? നമുക്കിനി ബാക്കി കാണാം. പൈസ കിട്ടുമെന്നുള്ള ഉറപ്പ് അവർക്ക് അത്രയും ഉറപ്പായിരുന്നു. എൻ്റെ അടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്താൽ, നെഗോഷിയേറ്റ് ചെയ്താൽ എത്ര ലക്ഷമാണെങ്കിലും കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് അവർക്ക് അറിയാം. ഓക്കെ, എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ അവർക്കുണ്ട്. ക്ലിയർ കട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അവർക്ക് ഒരു 10 ജീവിതകാലം ജീവിക്കാനുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ ഉണ്ട് എന്ന് അവർക്കറിയാം. പക്ഷേ അതിലും കൂടുതൽ എൻ്റെ ഉണ്ട്, അത് വേറെ കാര്യം. അത് ഉണ്ടാ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാ. നിന്നൊന്നും പോലെ ബ്ലാക്ക്മെയിൽ. എടാ നീ എന്താണ് പറയുന്നത്? ഇവർ ചെയ്ത പരിപാടി അറിയോ? ഇവർ പറയുന്നത് അറിയോ? ആദിലുണ്ടല്ലോ, 18 വയസ്സാകാത്ത ആദിൽ ഓനെ വെച്ചിട്ട് മുന്നിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുക, ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഞാൻ അവനെ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞ് നാളെ ഇറക്കുന്ന പറയുന്നത്. ഇതുവരെ അത് ഇറക്കില്ല, അത് ഇറക്കുന്ന പറയുന്നത്. മമ്മൂനെ ഞാൻ സെക്സ്വൽ അബ്യൂസ് ചെയ്തെന്ന്. ഞാൻ ഇവിടെ ഡ്രഗ്സ് കൊടുത്ത് ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തെന്ന്. ഞാൻ ഡ്രഗ്സ് അവർക്ക് ജാസി പറഞ്ഞിട്ടില്ല, ഡ്രഗ്സ് എനിക്ക് തരാൻ നോക്കിയെന്ന്. ഞാൻ ഒരു കാര്യം പറയാൻ ജീവിതത്തിൽ മുത്ത കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ മുത്തെ കിട്ടുന്നിരിക്കല്ലോ, നീയെല്ലാം തീരും. ഞാൻ പറഞ്ഞത് കർമ്മയൊന്നും വേണ്ട, ഈ ലൈവ് തീരുന്നതിനുള്ളിൽ നീയെല്ലാം തീരും. മനസ്സിലാ, അമ്മാതിരി പണിയാ ചെയ്തത് നീയല്ലോ. മനസ്സിലാ, അതായത് ഞാൻ എൻ്റെ മക്കളെ പോലെ കണ്ട ആൾക്കാർ എന്നെ നെഗോഷിയേറ്റ് ബ്ലാക്ക്മെയിൽ മക്കളെ പോലെ കണ്ട ആണെന്നോ? ഓക്കെ, അപ്പം മക്കളെ പോലെ കണ്ടിട്ട് അവരൊരു അച്ഛനെ പോലെ തൊപ്പിനെ കണ്ടിട്ടില്ലായിരുന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പടച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. ജാസി ഇന്നലെ പറഞ്ഞു, ജാസിയൊക്കെ ഇന്നലെ എന്തൊരു നാച്ചുറൽ ആയിട്ടാണ് ജാസിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാസി ഞാൻ ഇങ്ങനെ ഡ്രഗ്സ് ഇതിങ്ങനെ തന്നു. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ മുമ്പ് തൊപ്പിയുടെ മുമ്പത്തെ ആ ഒരു കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിനകത്ത് ഇനി തൊപ്പിക്ക് എന്തെങ്കിലും തൊപ്പിയുടെ കൈ എന്തെങ്കിലും ഉണ്ടായിരുന്നുള്ളത് നമ്മൾ പോലും തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതുപോലായിരുന്നു ഇവന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തൊപ്പി വന്നിട്ട് ഇത് നേരെ ഇത് പറയുമ്പോഴത്തേക്കിന് ഇതിനകത്ത് ഇനി ഇപ്പം മമ്മൂന്റെ ഒരു കേസ് പറയുമ്പോൾ പോലും മമ്മൂന് സാലറിയുടെ കാര്യം ഈ ഒരു ഇതിൽ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ പറയുന്ന ഷമീറിനോ ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ പേയ്മെന്റ് കൊടുത്തായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയില്ല. അവിടെ തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവന്മാർ ഇവിടെ വന്നു, അവന്മാർക്ക് വേണ്ടുന്ന ഫെയിം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൂടെ അവന്മാർക്ക് കുറെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അത് അവന്മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് എന്തിനു വേണ്ടി സാലറി കൊടുക്കണം? പിന്നെ പോരാത്തതിന് ഇവന്മാരെ വണ്ടി, ട്രാവൽ എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ്, അത് ഇത് കാര്യങ്ങളെല്ലാം തൊപ്പി ചെയ്യുന്നുണ്ട്. ഇവന്മാര് 10,000 രൂപയുടെ ഷർട്ടൊക്കെയാണ് വാങ്ങിച്ചിരുന്നത്, അതെല്ലാം തൊപ്പിയാണ് നോക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ പുറത്ത് ഇനി എന്ത് സാലറി എന്നുള്ളതൊക്കെ ആയിരുന്നു തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുറത്താക്കട്ടെ, എല്ലാം പുറത്താക്കട്ടെ, തീർക്കട്ടെ ഞാൻ
3 മാസം മുമ്പ് ഇവിടുത്തെ ഗ്യാങ് ഒഴിഞ്ഞ് പോകാനുള്ള കാരണം ഞാൻ പറയട്ടെ. ഡ്രഗ്സ് ഒരിക്കലും ഞാൻ ടോളറേറ്റ് ചെയ്യാത്തൊരു കാര്യം. ഡ്രഗ്സ് എൻ്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് കയറ്റി പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തു. പൊലയാടി മോനെ, നിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വീട്ടിൽ ഇഷ്യൂ വന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ അത് എൻ്റെ തലയിലിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത്രയും അമർച്ചമുണ്ട്. ഓക്കെ, 3 മാസം. അത് അവന്മാര് അപ്പുറത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു തുപ്പി കുറെ ഗുണ്ട സംഘങ്ങളായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയുന്നുള്ള രീതിയിലേക്കുള്ള അത് അവന്മാര് തൊട്ടപ്പുറത്ത് പറയുന്നുണ്ടായിരുന്നു. എന്താണെങ്കിൽ ഇപ്പൊ ചെയ്യില്ല എന്നുള്ളതാണ് സുഹൃത്തുക്കളെ തുപ്പി പറയുന്നത്. ഫേക്ക് കാണിച്ചടാ നാറി, എല്ലാം ഫേക്ക് ഓടി ഞാൻ കേൾപ്പിച്ചരാ. ഈ വീട്ടിൽ ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ ഇവര് എന്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എന്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഇത് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എടാ അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇത് കാണിക്കാണ്ട് വേറെ വഴിയില്ല. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ട. ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ഷേഖ് അബ്ദുള്ളയുടെ. ഞാനൊരു ഓപ്പൺ ചാലഞ്ച് ആട്ടെ. ഓക്കെ, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഞാൻ ഓപ്പൺ ചാലഞ്ച് ആട്ടെ. ഞാൻ ഡ്രഗ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ഓപ്പണായിട്ട് ഞാൻ ചലഞ്ച് ചെയ്യാം. ലൈവായിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബ്ലഡിൽ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതാക്കാൻ പറ്റും, അല്ലേ? ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓന് ഒരിക്കലും ഇത് തയ്യാറാവില്ല. ഓക്കെ, ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഓനോട് ഡ്രഗ് ടെസ്റ്റിന് തയ്യാറായിട്ട് വരാൻ പറഞ്ഞു. ഞാനിത് ഓപ്പൺ ചാലഞ്ച് വിളിക്കാം. ഡ്രഗ് ടെസ്റ്റിന് ഓപ്പൺ ആയിട്ട് മുന്നിൽ വാ. ഓക്കെ, അത് പറയുമ്പോൾ എനിക്ക് ഉള്ള പോലെ ഒരു കാര്യം എനിക്ക് പറയണം. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആൽക്കഹോൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ പല ബിസിനസ് മീറ്റിംഗ് എടുക്കുന്നതാണ്. പല ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ എല്ലാവരും ഒരു വിസ്കി ചെറിയൊരു പെഗ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ മാത്രം അതിൽ മാറിയിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര എന്റെ പൊന്ന് തൊപ്പി അടിക്കുമെന്ന് പറഞ്ഞാൽ പോരെ. ഞാൻ അത് ബിസിനസ് മീറ്റിംഗ് പോകുമ്പോൾ 2 പേര് സിപ്പ് കഴിച്ച് മിക്കവാറും ഉള്ള കൂട്ടത്തിൽ ഇതുപോലെ കുറേ നിങ്ങൾ അടിക്കും. അവിടെ നീ അടിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കിനെ അവിടെ ഞാൻ ബിയർ മാത്രമേ അടിക്കാറുള്ളൂ. അങ്ങനെ പറയുന്നവരാണോ ഒരിക്കലും നമ്പാതെ, അവന്മാരായിരിക്കും ഭൂലോക ഉടായ്പകൾ. ഓക്കെ, അതുപോലെ ഞാനത് ബിസിനസ് മീറ്റിംഗ് പോകുമ്പോൾ കുറച്ച് മദ്യം കഴിക്കുക. എൻ്റെ പൊന്ന് തുപ്പി അടിക്കുമെങ്കിൽ അത് അടിക്കുമെന്നങ്ങ് പറയുക, അത്രേ ഉള്ളൂ. അത് ഇത്ര വലിയ മഹാ അപരാധം ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ അതൊക്കെ ലീഗലാണ്. ഓക്കെ, ഇപ്പൊ കിട്ടൂല എന്നുള്ള കാര്യം. ഇത് കഴിഞ്ഞിട്ടാണ് മറ്റേ ഷമീറിന്റെ ഷേഖ് അബ്ദുള്ളയുടെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ബ്ലർ ചെയ്തിട്ടൊക്കെ ആയിരുന്നു തുപ്പി അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ബ്ലർ ചെയ്യാത്ത വെർഷൻ കൂടെ ഉണ്ട്. നിങ്ങൾ സൂം ചെയ്ത് നോക്കൂ, ഷമീറിന്റെ മുഖം കാണാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നത്, എടേ ഇങ്ങനൊരു സാധനം കാര്യം ഇതിനകത്ത് ഇത് മാത്രമല്ല, ഇവന്മാരുടെ കുറെ പെണ്ണുപിടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാണിക്കണോ? അവന്റെ ജീവിതം പോവും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ? ഇതിന്റെ ബാക്കി എന്താ അറിയോ? മമ്മു എടുത്ത് ഇവൻ മമ്മൂനെ ജയിപ്പിക്കുക. 3 മാസം ഞാൻ ഒരു കാര്യം പറ്റേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ്. ഇത് 3 മാസം മുമ്പ് ഞാൻ കണ്ടതാണ്. ഓക്കെ, അതിനുശേഷം ആ ഷോക്കിൽ ഞാൻ 3 മാസത്തോളം ഞാൻ ഇതെല്ലാം അനുഭവിച്ച് തീർത്തത്. എന്റെ മെന്റൽ ട്രോമ നിങ്ങൾ ഇവന്മാരിപ്പം കുണ്ടന്നൂരും അല്ലാണോ താമസിക്കുന്നത്? കാര്യം ഫുൾ ഇത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് മമ്മൂന് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. മുമ്പ് മറ്റേ ആ കുളിസീൻ ഒളിഞ്ഞു നോക്കാൻ പോയി എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് കയറിയേക്കുന്ന മമ്മൂന് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. മമ്മൂന് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ലൈവിനകത്ത് വന്നിട്ട് ഈ കരഞ്ഞുകൊണ്ടൊക്കെ കാണിച്ചേക്കുന്ന അതും സ്ക്രിപ്റ്റാണ്, ഇവർ കാണിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങൾ സ്ക്രിപ്റ്റ് ആണെന്നുള്ള തൊപ്പി തന്നെ ഈ ഒരു ലൈവിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോഴും നമുക്കും തോന്നിയത് ഇതിപ്പം സ്ക്രിപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തോന്നാനും മാത്രം എനിക്ക് തോന്നുന്നില്ല. കാര്യം വെച്ചാൽ അത്രയും ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് പറഞ്ഞെന്നുള്ളത്. പക്ഷേ ഇപ്പം ഇത് കാണുമ്പോഴത്തേക്കിന് അപ്പുറത്ത് വന്ന് തൊപ്പിയായിട്ട് മുട്ടി നിൽക്കാൻ പറ്റുന്നൊരു ടീമാണ് ഷമീർ അപ്പുറത്ത് പോയേക്കുന്ന ഷമീർ എന്നിട്ട് ലൈവിനകത്ത് ഈ രീതിയിൽ വന്ന് കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നു. തൊട്ടു പുറകെ തന്നെ അന്ന് രാത്രി വന്നിട്ട് തൊപ്പി ഇവന്മാർക്കെതിരെ വലിയൊരു ബോംബ് പൊട്ടിച്ചിട്ട് തൊപ്പി വീണ്ടും ഒരു ക്ലീൻ ഇമേജ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇവന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് നടന്ന പരിപാടിയാണെന്നോടെ ഇത്. എന്താണെങ്കിൽ ഇതിന്റെ തൊട്ടു പുറകെ തന്നെ മമ്മൂന്റെ വീടിന്റെ ഈ ഒരു സീനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. മമ്മു ഹൗസ് ശരിയാ, മമ്മൂന്റെ വീട് ചോർന്നൊലിക്കുന്ന വീട് തന്നെ. ചോർന്നൊലിക്കുന്നതല്ല, ഓടിട്ട വീടാ മമ്മൂന്റെ. ഓക്കെ, ഓട് മാറ്റേണ്ട കാര്യം ഞാൻ ഓട് മാറ്റേണ്ട, വേറെ വീട്ടിലേക്ക് മാറ്റാന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ തന്തയില്ലാത്തവനല്ലോ വേറെ വീട്ടിലേക്ക് മാറ്റാന്ന് ഞാൻ പറഞ്ഞു. ഓൻ ചെയ്ത് മമ്മൂന്റെ ചതികൾ വേറെ വരാനുണ്ട് കേട്ടോ. മമ്മൂ നിങ്ങൾ വിചാരിക്കുന്ന ആ പാവം ഒന്നും അറിയാത്ത ബുദ്ധിയില്ലാത്ത ഒരു ബുദ്ധിയില്ലാത്ത ഒരു തങ്ങനെ കാണുന്നത് മമ്മൂന്റെ ചതികളെല്ലാം വരുന്നുണ്ട്. ഓൻ്റെ വേറൊരു ചെറിയ വീട് വെച്ച് കൊടുക്കാനല്ല, ഓൾറെഡി പണിത് വെച്ച വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മാനും ഓൻ്റെ അനിയനും മാറ്റാനാണ് നിന്നത്. മണ്ടത്തരം, വേൾഡ് ലെവൽ മണ്ടത്തരം. ഇവനിത് എങ്ങനെയാണെന്ന് എനിക്കറിയോ? ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് എന്നോട് ശരത്തോ ആരോ പറഞ്ഞ് അത് ഓട് അങ്ങനെ വലിയ ചോർച്ചൊന്നുമില്ല, സ്ലാബ് ഇട്ടാൽ മതി ആരോ എന്നോട് പറഞ്ഞു, കൂടുതൽ ആരോ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് മാത്രം അവിടെ ഹോൾഡായി പോയത്, അല്ലെങ്കിൽ എൻ്റെ ഒരു വീടും പോയത്. മമ്മു ഇതിനെ തൊട്ട് പുറകെ തന്നെ മമ്മൂന്റെ വീടിന്റെ സാധനം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മമ്മൂന്റെ ഒരു ഭയങ്കര ഒരു എക്സാജറേഷൻ അവിടെ നമുക്ക് കാണാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഇതെൻ്റെ തറവാട് വീടാണ്, അവിടെ നിന്നിട്ട് കുറേ റൂം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും അല്ല മമ്മു കിടക്കുന്നത്, പുറത്ത് പായൊക്കെ വിരിച്ചിട്ടാണെന്നുള്ള വലിയൊരു സെന്റിമെന്റൽ മൂഡ് സാധനമാണെങ്കിൽ മമ്മു ഒരു സൈഡിൽ കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ചെയ്യാനെ കൊണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു.
എന്താണെങ്കിൽ ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഓരോ സാധനങ്ങളും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു സിനിമയുടെ ഒരു സീന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവന്മാർ മറ്റൊരു പടത്തിൽ അഭിനയിക്കാൻ പോയിട്ട് അവിടെ പടമൊന്നും 4 ആൾ അറിയുന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനത്തെ ക്ലൈമാക്സ് ഷൂട്ട് അങ്ങോട്ട് അടുപ്പിച്ച് ആവാറായപ്പോഴത്തേക്കിന് ഇവന്മാര് പ്രൊഡ്യൂസറിന്റെ കുത്തിനെ പിടിച്ച് കുറച്ച് പൈസ വാങ്ങിച്ചേക്കുന്ന സീന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അതുകൂടെ കേൾക്കാം. ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോ വണ്ടി അച്ഛൻ ഇവരെന്താ പറയുക, പൈസ കൈമ കിട്ടിയാലേ വരും, 1.5 ലക്ഷം രൂപ വേണം, 1.5 ലക്ഷം പ്രൊഡ്യൂസർ വിളിച്ച് ഭീഷണിപ്പെടുത്താം. 4 ആൾ കാണാത്ത പടം ഓടാത്ത പടമായിരിക്കും, അതൊന്നും നടക്കാനുള്ള ആവശ്യം, നമുക്ക് പൈസ കിട്ടിയാലേ വരും. ഇങ്ങനെ പൈസ ഇല്ലെങ്കിൽ പ്രൊഡ്യൂസറിന്റെ പടം ചെയ്ത് പൈസ കിട്ടാൻ കൈമ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതെല്ലാം എടുക്കട്ടെ. ഇവരെ ഈ നേച്ചറാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ച അതേ സാധനമാണ് അവിടെ സംഭവിച്ചത്. അതായത് ഡ്രഗ് ഉപയോഗിക്കുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു. മനസ്സിലാവും. അവിടെ പോയിട്ട് അവിടെ അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സംസാരിച്ചാൽ ഇതിന്റെ തൊട്ടുപുറകെ തന്നെ ആ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടെ വന്നിട്ട് ഇവന്മാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയുകയാണെങ്കിൽ സംഭവം അങ്ങോട്ട് പൂർത്തിയായി. ഇവിടെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി. ഈ 2 എണ്ണങ്ങൾ 2 കൂട്ടർ പറയുന്നത് നമ്പല്ല സുഹൃത്തുക്കളെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഇവന്മാരുടെ പൈസയുടെ ഈ ഒരു സീന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഷമീറിന് ഭയങ്കര ഇത് ഓൾറെഡി ഗ്രൂപ്പായിട്ട് വരുമ്പോഴത്തേക്കിന് ഒരുത്തൻ പൊങ്ങുന്നതും ഒരുത്തൻ കയറി പോകുന്നതൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ക്ലാഷ് കാര്യങ്ങളൊക്കെ എല്ലാ ഗ്രൂപ്പിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ്. അത് മാനേജ് ചെയ്ത് പോകുന്നതിലാണ് അതിൻ്റെ വിജയവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തൊപ്പിയുടെ ഇവൻ ഇപ്പം സ്ട്രീം ചെയ്യുന്നതിൻ്റെ പൈസ കാര്യങ്ങളൊക്കെ തൊപ്പിക്കാണ് പോകുന്നതെന്നുള്ള കാര്യം അവൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഓൾറെഡി തൊപ്പിയുടെ പേര് കിടന്നേക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണത്. അപ്പം ആ ചാനലാണ് ഇവന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തൊപ്പിയുടെ പേരിലാണ് ലിങ്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതാണ് കാര്യം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഷമീറിന്റെ കയ്യിലൊക്കെ തന്നെയാണ് പോകുന്നതെന്നായിരുന്നു പറഞ്ഞത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ചവിട്ടിയന്റെ സീൻ പറയുന്നുണ്ട്, മമ്മുവിന്റെ മുഖത്തേക്ക് ചവിട്ടി എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൂടെ നമുക്ക് കേൾക്കാം. മമ്മു കട്ടിലിരിക്കുന്നു. ഓക്കെ ഞാൻ പറയാം. ഞാൻ കട്ടിലിൽ കിടക്കുന്നു, മമ്മു കട്ടിലിൽ ഇരിക്കുന്നു. ഓക്കെ, അതായത് അവിടെ ഞാൻ മോന്തക്ക് അടിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. മോന്തക്ക് ശരിക്കും അടിക്കുക ചെയ്യേണ്ടത്. അതിന്റെ കാരണം കൂടി കേൾക്കണേ. അതിന്റെ കാരണം കൂടി കേൾക്കണം. വാഷിങ്ങിന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ പറയാം. ഇത് കാരണം കൂടി കേൾക്കണം. നിങ്ങൾ ഈ മമ്മൂന്റെ മുഖത്ത് ചവിട്ടി എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചിന്തിക്കുന്നത്? ഞാൻ അവിടെ എടുക്കുന്നു, മമ്മ എടുക്കുന്നു, ഞാൻ മറ്റേ ജാക്കി ചാനെ പോലെ ഇതിലേക്ക് ചവിട്ടുന്നു. എടാ നമ്മളെല്ലാവരും ചില്ല് ചെയ്ത് ബെഡിൽ കിടക്കുക. മനസ്സിലായി. അപ്പം എൻ്റെ കാലിൻ്റെ ഭാഗത്ത് ഇവന് ഇരിക്കുന്നത്. മനസ്സിലാവും. എനിക്ക് എണീച്ച് മൊത്തം അടിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചവിട്ട് കൊടുത്തു. ഒറ്റ ചവിട്ട്, ഒരു ചെറിയ ചവിട്ട്. ഓക്കെ, എന്തിന് ഷെയ്ക്കിൻ്റെ വീട്ടിൽ നമ്മൾ എന്തിനു പോയി? ഡേറ്റ് ഇതെല്ലാം അന്വേഷിച്ചേ. അവരെന്താ പറഞ്ഞത്? ഞാൻ എന്തിനു ചവിട്ടിന്ന് അവർ പറഞ്ഞത്? എന്തിനു ചവിട്ടിന്ന് പറഞ്ഞത്? ആ എന്തോ ഇതാക്കാൻ വേണ്ടോ ഇവന് എന്താ സംഭവം? അന്നത്തെ ഡേറ്റ് അടക്കം ചിന്തിച്ചാൽ അന്ന് ആ സമയത്താണ് ഞാൻ എജു താലിം എന്ന് പറഞ്ഞിട്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോ എടുക്കാൻ പോയത്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയപ്പം അവരൊരു ഐഡിയ പറഞ്ഞു, മമ്മൂനെ പഠിപ്പിച്ചാലോ. ഓക്കെ, മമ്മൂന് വിദ്യാഭ്യാസവും ഇല്ല, മമ്മൂനാണ് ഇങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളുണ്ട്. അതിൽ ഞാൻ പറഞ്ഞില്ല, മറ്റേ ഞരമ്പ് സ്വഭാവങ്ങൾ ഞാൻ കാര്യം അതെല്ലാം ഞാൻ കവറപ്പ് ചെയ്ത് ഇവനെ നന്നാക്കാൻ നോക്കി ഞാനാ വേണ്ടത്. ഒരിക്കലും നന്നാവില്ല. മനസ്സിലാ, ഒരിക്കലും നന്നാവില്ല. മമ്മൂ ഞാൻ പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളോട് ഡിസ്റെസ്പെക്ട് ചെയ്തതിനെ അടിച്ചിട്ടുണ്ട്. മനസ്സിലാ, കുറേ കേസുണ്ട്. അതിപ്പം ബാംഗ്ലൂർ കേസ് പറയണോ? പേര് പറയില്ല, പെണ്ണിന് സീനല്ലേ. ഒരു പെണ്ണിനെ പിടിച്ച് ഡോറിന്റെ ഉള്ളിൽ കയറ്റാൻ നോക്കിയിട്ട് ഇവന്റെ ഈ കുളിസീൻ സ്വഭാവം എന്നല്ല. ഇവൻ ഞാൻ കാരണം മമ്മൂ എന്ന് പറഞ്ഞ ആള് ബുദ്ധിയില്ലാത്ത മണ്ടനൊന്നല്ല. ഇവൻ പണിയെടുക്കാണ്ട് കമ്മിട്ട് എഴുതാനും വായിക്കാൻ അറിയില്ല എന്നിട്ട് ഫേക്ക് ചെയ്ത് നടന്നത്. ഈ 2 കൊല്ലം ഇവൻ എഴുതാനും വായിക്കാൻ അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇവനറിയാം. ഇവ അമ്മ ഒരു അൾട്ടിമേറ്റ് ഞരമ്പനാണെന്നുള്ള കാര്യം നേരത്തെ ഇവനെ മറ്റേ ഇന്റർവ്യൂവിനകത്ത് ഒന്ന് കുളിസിന്റെ സീൻ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. ഇവൻ അതുപോലെ ഈ ഞരമ്പത്തരവും ഈ പരിപാടികളെല്ലാം കാണിക്കുന്ന ഒരുത്തനാണ്. അപ്പം ഈ പെണ്ണുപിടി അങ്ങനെ കുറേ സീന് ഇപ്പം ഇത്രയും ഭീകരമായിട്ടുള്ള സംഭവം പറയുന്ന ഒരു പെണ്ണിനെ വിളിച്ച് മുറിക്കകത്തോട്ട് ഇങ്ങനെ പിടിച്ച് കയറ്റാനെ കൊണ്ടൊക്കെ ശ്രമിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഈ പറയുന്ന ബലാത്സംഗ ശ്രമം അല്ലേ അവൻ അവിടെ ചെയ്തേക്കുന്നത്. അത് പിന്നെ ഇവർക്കടലുള്ള ഡ്രഗ്സ് ഈ സാധനങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് കേരള പോലീസ് നിങ്ങളിത് എവിടെ പോയിരിക്കുകയാണ്? ഇവന്മാർ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഈ തൂഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കിന് നേരെ തൊപ്പിയുടെ വീട്ടിലോട്ട് പോവുക, തൊപ്പിയുടെ അടുത്ത് വന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. തൊപ്പി പറഞ്ഞു തരും കൂടുതലുള്ള ഇവന്മാരല്ല ഇത് എവിടുന്നാണ് വാങ്ങുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ആർക്കൊക്കെയാണ് ഇവന്മാർ സെല്ല് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെ സകലമാന ഡീറ്റെയിൽസും കിട്ടി അങ്ങനെ അടിച്ച് തൂഫാനാക്കൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇത്രയും കാര്യങ്ങൾ തൊപ്പി വന്നിട്ട് ഇങ്ങനെ തുറന്ന് പറയുന്നില്ലേ ഇവന്മാർ ഇങ്ങനത്തെ പരിപാടികളാണ്. അപ്പം ജാസിയൊക്കെ പറഞ്ഞില്ലേ ഇവന്മാർ അണ്ണാക്കി വെച്ചത് അങ്ങനെയല്ല സംഭവം എന്നൊക്കെ ഇവർ പറയുന്നത് കേട്ടില്ലേ? അധോലോകമാണോ സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരള പോലീസ് നിങ്ങളാരും ഇത് കാണുന്നില്ലേ? അടിച്ച് തൂഫാനാക്കണ്ടേ? ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവന്റെ ഷഡ്ഡി കേസിന്റെ സീനൂടെ പറയുന്നുണ്ട് മമ്മൂന്റെ, അതുകൂടെ കേൾക്കാം. ഷഡ്ഡി കഴുകിച്ചു. ഓക്കെ, ഷഡ്ഡി കഴുകിച്ച കേസ്. എനിക്ക് ഷഡ്ഡി ഞാൻ എല്ലാം എന്തെല്ലാം പ്രൂഫ് ആണെന്ന് നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഇവിടെ ഷഡ്ഡി കഴുകാൻ പറ്റും. ഇവിടെ ഒരാൾ ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? ഒരാൾ മറ്റൊരാൾക്ക് ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? അതെന്താ ഞാൻ ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ജീവിക്കുന്നത്? ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ഞാൻ ഡെയിലി നടക്കുന്നത്? ഷഡ്ഡിയാണോ എൻ്റെ? ഒരാൾക്ക് ഡ്രസ്സ് അലക്കാനുണ്ടാകുമ്പോൾ ഷർട്ട്, പാൻറ്, ഷഡ്ഡി, സോക്സ് ഇതൊക്കെ ഉണ്ടാവും. ഈ വീട്ടിൽ 10 പേരുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കും. ഈ മമ്മു പണിയെടുക്കൂല. ജാസി മമ്മു എല്ലാം ഇങ്ങനെ പണിയെടുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്ക് എപ്പോഴെങ്കിലും ടാസ്ക് കൊടുക്കാം. ഓക്കെ, ഇവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. മനസ്സിലാവും. ഇവിടെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഈ ഡ്രസ്സ് ഈ എല്ലാം അടങ്ങിയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൊട്ടയിൽ ഈ ഡ്രസ്സ് കൊട്ടാന്ന് പറയുമ്പോൾ വേറെ വിചാരിക്കണ്ട. കൊട്ടാന്ന് പറയുമ്പോൾ വേറെ കുറച്ച് ആൾക്കാർ വരും ചാറ്റിൽ. അതല്ല, ഇത് ബാസ്ക്കറ്റ്. ഓക്കെ, ബാസ്ക്കറ്റ് കൊട്ട, സോറി ബാസ്ക്കറ്റ്. അങ്ങനെ ഒരു സംഭവം ബാക്കിയുണ്ടല്ലേ?
വേണ്ട ഇതിപ്പോൾ ഇതാണ് നമ്മളെ ഇത് തീരട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. മനസ്സിലായി? കൊട്ടൻ്റെ കേസെല്ലാം അല്ല പിന്നെ പറയണ വേണ്ട, ഒന്നും ചെയ്തൊന്നും അല്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതൊന്നും ചതിയല്ല. മനസ്സിലായോ? അതൊന്നും ചതിയല്ല. ഇതെന്തൊരു ചതിയാടാ, മരിച്ചാലും കുറക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ ഈ ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് ആ വാഷിംഗ് മെഷീനിലേക്ക്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങ് ഇടണം. ഇതാണ് ജോലി, ഇതാണ് ഷഡ്ഡി കഴുകിച്ചെന്നാണ്. ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിട്ടേ കഴുകാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്തിട്ട് കല്ലിൽ, മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ലിൽ ഇങ്ങനെ ഉരച്ച് കഴിപ്പിക്കുന്നത് അല്ലേ? എടാ, ഒരു വീടാകുമ്പോൾ ഒരു ഹോസ്റ്റലാകുമ്പോൾ എങ്ങനെയാ? എടാ, ഇവിടുത്തെ പണികൾ ആര് ചെയ്യും? ഇവിടെ 10 ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് സർവൻസിനെ ഞാൻ എന്തെടുക്കണം? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പണികൾ ചെയ്യും. ഓക്കെ, തീരെ പണിയില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള പണികൾ ചെയ്യും. ഓക്കെ, മെയിനായിട്ടുള്ള പണികൾ ഇവിടെ ചെയ്യുന്നത് മുനുവും റാംബോവും വൻസൂർക്ക്, ഇങ്ങനെ കുറേ ആൾക്കാർ, പേര് പറയാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, ഇവർക്കെല്ലാം ജോലികളുണ്ട്, മെയിനായിട്ടുള്ള ജോലികളുണ്ട്, മീറ്റിംഗ്സും കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഇതെല്ലാം നോക്കണം. ഈ മമ്മു മണ്ടലിൽ ഇതെല്ലാം ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള ജോലികൾ ഇതൊക്കെയാ. മനസ്സിലായോ? നീ ഷഡ്ഡി ആയിട്ടാണ് നിന്റെ ജോലിയാടാ നായിട്ട പോലെ, നിന്റെ ജോലിയാടാത്. നിന്നെ ഇത്രയും കാലം തീറ്റി പോയിട്ട് ഇത്ര പൈസ എന്നെ കൊണ്ടുപോകണം. നീ എന്നാ പറയടാ, ഞാൻ എൻ്റെ കയ്യിൽ വാങ്ങിയ പൈസന്റെ കണക്ക് നീ പറയണം. ഞാൻ കണക്ക് വെച്ചിട്ടില്ലടാ. അതാണ് ഞാൻ. ഇനി ഇതിന്റെ തൊട്ട് പുറകെയാണ് മറ്റേ ഷമീറിന്റെ മാരേജിന്റെ കേസും പറയുന്നത്. ഷമീറിന്റെ സിസ്റ്ററിന്റെ മാരേജിന്റെ കേസ് നമുക്കതുകൂടെ കേൾക്കാം. എന്ത് സിസ് മാരേജറാ ഇത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓന്റെ പെങ്ങളെ കല്യാണം മുന്നിൽ നിന്ന് മൊത്തം ചെലവ് നോക്കി ഞാൻ നടത്താന്ന് പറഞ്ഞതാ. മനസ്സിലാ? ഓന്റെ പെങ്ങളെ മൊത്തം നടത്താനല്ല, അതിന്റെ മൊത്തം ചെലവ് ഓൻ എന്തിടണം, ആ വീട്ടിൽ ഓന്റെ പെങ്ങളെ കല്യാണത്തിന് ഓൻ എത്ര പൈസ ഇടണം, അത് മൊത്തം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞതാ. അത് മൊത്തം എൻ്റെ വക ഞാൻ പറഞ്ഞതാ. ഓക്കെ, ഞാൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞതാ. ഇവൻ ഇമോഷണൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഇമോഷണൽ ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെറുതെ എൻ്റെ പെങ്ങളെ കല്യാണത്തിന് ചോദിച്ചപ്പോൾ തന്നില്ല എന്നൊക്കെ. ഇതെല്ലാം കണ്ടിട്ട് മറ്റേ ഒരുമാതിരി സിനിമാറ്റിക് മൂഡുള്ള കുറച്ച് സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി, പക്ഷേ ഞാൻ വീഡിയോക്ക് അത് പറഞ്ഞില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് മറ്റേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭയങ്കര ട്വിസ്റ്റായിട്ട് നമ്മൾ ഈ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെ തന്നെ തൊപ്പി പിന്നീട് ഇവരൊന്നും ചെയ്തില്ല, അവർക്ക് കൊടുത്തില്ല എന്ന് പറയുമ്പോഴും ഇവരുടെ വീട്ടുകാരുടെ അടുത്തോട്ട് പിന്നീട് ഇവരുടെ വീട്ടുകാരൊക്കെ വരുന്നു, തൊപ്പി ഞങ്ങൾക്ക് ഇത്രയും ചെയ്തു തന്നു, ഇത്രയൊക്കെ ചെയ്തു, അങ്ങനെ ഒരു സംഭവമായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇമാരെ വീട്ടുകാരുടെ സീന് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, വീട്ടുകാർ വിളിച്ചൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സാധനം വരാൻ ചാൻസ് കുറവായിരിക്കും എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ വീഡിയോക്കകത്തും പറയാൻ. പക്ഷേ ഇത് മറ്റൊരു രീതിയിൽ തൊപ്പി ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ഉമ്മാർക്കൊക്കെ അനുജന്മാരെ പോലെ കണ്ടു, മക്കളെ പോലെ കണ്ടു, ഞാൻ അത്രയൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷേ പട്ടി വില പോലെ ഉമ്മാർ തന്നില്ല എന്നുള്ളതാണ് ഇവിടെ തൊപ്പി പറയുന്നത്. ഇനി ജാസിയുടെ PC ജാസിന്റെ PC സ്ക്രിപ്റ്റ് അല്ല, ആ PC ജാസിക്ക് ഞാൻ കൊടുത്തതാ. ആ PC ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അവൻ പോകുമ്പോൾ ഞാൻ എടുക്കാൻ പറ്റില്ല. ഇത്രയും എന്നെ കൊല്ലാൻ നോക്കിയാൽ ഞാൻ ഇതിനെ കൊടുത്തു വിടണം. ആ PC-ലാണ് ജാസി ലൈവ് തുടങ്ങിയത്. അത്രയും ദിവസം ലൈവ് ചെയ്തുകൊണ്ടിരുന്നത് ജാസി ആ PC-ലാ. മനസ്സിലായോ? എന്നിട്ട് ആ PC ഞാൻ തന്നില്ല, എന്തോ ചിപ്പ് മാറ്റാൻ തിരിച്ചെടുത്ത്, എന്തെല്ലാം കളവ് പറയുമ്പോൾ എങ്ങനെയല്ല ഏതിലേക്കല്ല ഇവൻ പോകുന്നത്. അത് തന്നെയാണ്, ഏതിലോട്ടൊക്കെയാണ് ഈ പോകുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഈ ഒരു കാര്യത്തിൽ ഇനി എന്താണെങ്കിലും കേരള പോലീസ് ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം പെണ്ണുപിടി, പെണ്ണിനെ ഇതുപോലെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതും അത്തരത്തിൽ ഇമ്മാരുടെ ഡ്രഗിന്റെ കേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ തൂഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മാരുടെ അടുത്തോട്ട് പോയിട്ട് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം എന്നുള്ളതൊക്കെ കണ്ടത് പിടിക്കുക, അത്രയെന്നുള്ള എനിക്ക് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെ ആവർത്തിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് കളഞ്ഞിട്ട് ഒരിടത്തും ഒരു കാലത്തും നിൽക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തൊപ്പിയുടെ ആണെങ്കിലും മറ്റേമാരുടെ ആണെങ്കിലും ഇപ്പൊ തൊപ്പി ഇവിടെ പറയുമ്പോഴത്തേക്കിന് തൊപ്പിയുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് ഇവന്മാർക്ക് വേണ്ടി ഇത്രയും നാൾ ഇങ്ങനെയെല്ലാം സഹിച്ച് ക്ഷമിച്ച് നിന്നു എന്നുള്ളതാണ് തൊപ്പിയുടെ വെർഷൻ. അവന്മാരുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് തൊപ്പിയുടെ മുന്നിൽ അടിമയെ പോലെ നിന്നുള്ളതാണ് അവന്മാരുടെ വെർഷൻ. ഏതൊരു ഗ്രൂപ്പിലാണെങ്കിലും പൊന്നുമക്കളെ എനിക്ക് പറയാനുള്ളത്, എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിലാണ് വിജയിക്കുന്നത്. പിന്നെ ഇവന്മാരുടെ കേസ് ആയതുകൊണ്ട് ഇത്തരത്തിൽ ജെനുവിനാണ്, അല്ലെങ്കിൽ ഇവന്മാർ രണ്ടുപേരും പക്കയാണെന്ന് പറയാൻ പറ്റും. അവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ബാക്കി ഇവന്മാരുടെ കഥകളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇവന്മാർക്ക് ഇതൊന്നും ഒരു നാണക്കേട് ഒരു പ്രശ്നമുള്ള ടീംസ് അല്ല ഇവന്മാർ. ഓക്കെ, അത് അമ്മാതിരി കട്ടിയുള്ള തൊലിയുള്ളവന്മാരാണ് ഇവന്മാർ. അവന്മാർ അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവരുടെ മുമ്പത്തെ ലൈവ് കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ളപ്പം ഈ രണ്ട് കൂട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിലാണ് ഇപ്പോൾ ഇവന്മാരുടെ ഈ കാര്യങ്ങൾ ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ചിലപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഗൈസ് ഇനി ചാറ്റ് പറയും, ഇവന്മാരെ ഇത്ര എന്നെ പിന്നീന്ന് ചതിച്ചവന്മാരെ ഞാൻ ഇനിയും തിരിച്ച് ഈ ഗ്യാങ്ങിലോട്ട് എടുക്കണോ, നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു ലൈവും നാളുകളിൽ കാണാതിരിക്കാം. ഓക്കെ, ആ ഒരു പോസിബിലിറ്റിയും കൂടെ ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ വരാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ബൈ.